ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അവൽ മിൽക്കാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അവൽ മിൽക്കാണ്. അതപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ നല്ല കട്ടിയുള്ള അവലാണ് എടുത്തിരിക്കുന്നത്. അവൽ 1/2 കപ്പ് അവലാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ അത് നല്ല പൊടിഞ്ഞു പോകാൻ പാകത്തിന് റോസ്റ്റ് ചെയ്തെടുക്കണം. അവൽ മാത്രമല്ല, നിലക്കടലയും കശുവണ്ടിയും 3 സ്പൂൺ വീതം എടുത്തിട്ട് അത് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിലക്കടല നമ്മൾ മിക്സ്ചറിന് വേണ്ടി റോസ്റ്റ് ചെയ്ത് വെച്ചത് തൊലി കളഞ്ഞെടുത്തതാണ് കേട്ടോ. മിക്സ്ചറിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം, അതേപോലെ പിൻ ചെയ്തും കൊടുത്തേക്കാം, കണ്ടു നോക്കണേ. അവൽ മിൽക്കിനായിട്ട് 4 പാളയംകോടൻ പഴം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നല്ല രീതിയിലൊന്ന് ഉടച്ച് കിട്ടിയപ്പോൾ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഫ്രീസറിൽ വെച്ച് കട്ടയാക്കി വെച്ചിട്ടുള്ള 1/2 കപ്പ് പാലാണ്. മൊത്തം 1 കപ്പാണ് കേട്ടോ നമ്മൾ പാല് ചേർക്കുന്നത്. അതിൽ 1/2 കപ്പ് പാല് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ഉടച്ചെടുത്തു. ഇനി നമ്മൾ സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് 1.5 സ്പൂൺ ബൂസ്റ്റാണ് കേട്ടോ. ഈ ബൂസ്റ്റ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അവൽ മിൽക്കിന് കിട്ടുക. അങ്ങനെ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണേ. നമ്മളിതാ 1/2 കപ്പ് പാല് കൂടി, നല്ല തണുത്ത പാല് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് റോസ്റ്റ് ചെയ്തിട്ടുള്ള ഐറ്റംസ് എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/2 കപ്പ് അവലങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അതിന് പിന്നാലെ തന്നെ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള റോസ്റ്റ് ചെയ്ത 3 സ്പൂൺ നിലക്കടലയും 3 സ്പൂൺ കശുവണ്ടി പൊടിച്ചതും കൂടി അത് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താണ് കേട്ടോ. കൈകൊണ്ടൊന്ന് പൊടിച്ചെടുത്താണ്. അങ്ങനെ അതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരുപാടൊന്നും മിക്സ് ചെയ്യരുത് കേട്ടോ. കാരണം പെട്ടെന്ന് തന്നെ നമ്മൾ അവൽ മിൽക്ക് ഉണ്ടാക്കിയാൽ പിന്നെ അവൽ അലിഞ്ഞു പോകും വരെ വെയിറ്റ് ചെയ്യരുത്. അതാ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന അതേ രീതിയിൽ തന്നെ വേണം നമ്മൾ കഴിക്കാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ അത് ആ പാത്രത്തിൽ നിന്ന് മാറ്റാൻ പാടായതുകൊണ്ട് ഞാൻ മറ്റൊരു കപ്പിലേക്ക് മാറ്റിയിട്ട് അതിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊരു ഗ്ലാസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ വിശപ്പൊക്കെ മാറി കുറച്ച് നേരത്തേക്ക് വിശക്കത്തേ ഇല്ല. അപ്പോൾ അവൽ മിൽക്കിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് വറുത്തെടുത്ത അവലും അതേപോലെ കശുവണ്ടിയും നിലക്കടലയും ഒപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ബൂസ്റ്റും കൂടി ഒന്ന് വിതറി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ അവൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഫൈനൽ ലുക്കിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അവൽ മിൽക്കാണ്. അപ്പോൾ അവൽ മിൽക്ക് കഴിക്കുന്നതിന് മുമ്പായിട്ട് നല്ലൊരു സ്പൂൺ ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് കഴിക്കാനായിട്ട് പ്രത്യേകം ഓർത്തേക്കണേ. അപ്പോൾ അവൽ മിൽക്കിൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിച്ചേക്കണേ. താങ്ക്